നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കപ്പലിൽ തന്നെയാ കള്ളൻ. മോളെ, അന്യർക്കാർക്കും നമ്മളോട് ശത്രുതയില്ലമ്മേ. അടുപ്പുള്ളവർക്ക് മാത്രമേ നമ്മളോട് ശത്രുതയുള്ളൂ. നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ അച്ഛന്റെയും ഏറ്റവും വലിയ ശത്രു ഇന്ദ്രജ വല്യമ്മയും. അതെനിക്കറിയാം. ഇവിടെ നടക്കുന്ന ന്യൂസുകളെല്ലാം ഇന്ദ്രജ വല്യമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതവിടെ എത്തിക്കുന്നത് ആരായിരിക്കും? എന്റെ അമ്മായിയമ്മ. മോളെ, ആ ഇന്ദ്രജ വല്യമ്മയും എന്റെ ഈ അമ്മായിയമ്മയും തമ്മില് എന്തൊക്കെയോ രഹസ്യ ഏർപ്പാടുകളുണ്ട്. മോളെ, നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഞാൻ പറയുന്നത് എന്റെ സംശയമാണെങ്കിലും അതിൽ സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അമ്മേ. ഫോണും എടുത്തോണ്ട് എന്റെ അമ്മായിയമ്മ ഓടുന്നതും രഹസ്യമായി സംസാരിക്കുന്നതും ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മാത്രമല്ല, നിൽക്കുന്ന നിൽപ്പിൽ ഇവിടുന്ന് എങ്ങോട്ടോ ഓടിപ്പോകുന്നതും കാണാം. അതൊക്കെ അവളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓടുന്നതായിരിക്കും. അല്ലമ്മേ, എനിക്ക് ബലമായ സംശയമുണ്ട്. എന്റെ അമ്മായിയമ്മയ്ക്ക് ഇതിലെന്തോ പങ്കുണ്ട്. നമ്മൾ കരുതുന്ന ആളൊന്നും അല്ല ഈ ACPയുടെ അമ്മ. അവരൊരു പോയിസണാ. അതിപ്പോ ചില മരുമക്കൾക്കൊക്കെ അമ്മായിയമ്മയോട് തോന്നുന്ന ഒരു ദേഷ്യമില്ലേ, അതുകൊണ്ട് നിനക്ക് തോന്നുന്നത്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെയുള്ളൊരു മരുമകളാണോ? എന്റെ അച്ഛനോട് ഇവർക്ക് രണ്ടുപേർക്കും തീരാത്ത പകയുണ്ട്. അച്ഛനോട് മാത്രല്ല, അമ്മയോടും ഉണ്ട്. അച്ഛനെ ആക്രമിച്ചത് കൊട്ടേഷൻകാരാ. ആ കൊട്ടേഷന്റെ പിന്നിൽ ഇന്ദ്രജ വല്യമ്മയുടെയും എന്റെ അമ്മായിയമ്മയുടെയും കൈകളുണ്ട്. ഇതവരുടെ രഹസ്യ ഗൂഢാലോചനയിൽ ഉണ്ടായതാ. മോളെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. സാവിത്രി അങ്ങനൊന്നും ചെയ്യില്ല. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും സാവിത്രിയുടെ സ്വന്തം കൂടപ്പിറപ്പല്ലേ ജയേട്ടൻ. എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലത്തൊക്കെ ഇവര് 3 പേരും പിരിയാൻ പറ്റാത്ത വിധത്തില് സ്നേഹത്തിലായിരുന്നു. പിന്നെ മാധുരിയും ജയേട്ടനും തമ്മിൽ സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ വഴക്കും പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് ഈ സാവിത്രിയാ. അക്കാലത്ത് സാവിത്രി എന്നെ സ്വന്തം സഹോദരിയായിട്ട് തന്നെയാ സ്നേഹിച്ചത്. എന്റെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും. കാർത്തിക് മോനെ വളർത്താൻ എന്നെ ഏൽപ്പിച്ചതും അവളുടെ സന്മനസ്സല്ലേ. അതൊന്നും കൊണ്ടല്ല. അവർക്ക് ആ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ വയ്യ, അത്ര തന്നെ. അതെ, ഏതായാലും മോള് സാവിത്രിയെ സംശയിക്കണ്ട. കാർത്തിക് മോനോട് ഇത് പറയും വേണ്ട. വെറുതെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവും. നീ പറയോ? പറയ്. ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.